ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT ക്ലാസ് 10th മാത്സിലത്തെ പോളിനോമിയൽസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പോളിനോമിയൽസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനിലേക്കൊക്കെ കയറാം. അതിന് മുമ്പ് നമുക്ക് പോളിനോമിയൽസിൻ്റെ ബേസ് മുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാ? പോളിനോമിയൽസ് ആണ്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മറക്കണ്ട. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുക. ഓക്കെ, അപ്പോൾ പോളിനോമിയൽസ്. പോളി എന്ന് പറഞ്ഞാൽ എന്താ? വേഗം പറഞ്ഞതേ. പോളി എന്താ? പോളിഗൺ, പോളിമർ എന്താ സംഭവം? മെനിയാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളിഗൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈഡ്സ് അല്ലെങ്കിൽ ഒരുപാട് ആംഗിൾസ് ഒക്കെ ഉള്ളൊരു ഫിഗറിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയാം അല്ലേ. ഇനി നോമിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നോമിയൽസ് ടേംസ് ആണ് കേട്ടോ. എന്താണ്? ടേംസ്. അതായത് മെനി ടേംസ്, ഒരുപാട് ടേംസ് ഉള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനോമിയൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരുപാട് ടേംസ് ഉള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 + 3x എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്. അതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? 2 ടേംസ് ഉണ്ട്. എത്ര ടേംസ് ഉണ്ട്? 2 ടേംസ് ഉണ്ട്. എങ്ങനെയാണ് മനസ്സിലായേ? ഇവിടെ നോക്കിയേ, ഈ പ്ലസിൻ്റെ ഇപ്പുറത്തും ഒരു ടേം, അതിൻ്റെ ഇപ്പുറത്തും ഒരു ടേം അല്ലേ. അപ്പോൾ ഇങ്ങനെ 2 ടേംസ് ഉള്ള ഒരു പോളിനോമിയലാണ് ഈ പറഞ്ഞിട്ടുള്ള 5 + 3x. അടുത്ത എക്സാമ്പിൾ നോക്കാം. 2x² + 5 - 3x ആണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. 2x² + 5 - 3x. ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട് അല്ലേ. 1, 2, 3. അപ്പോൾ ടേംസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. 2x² + 4x - 5. ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ്റെ ഡിഗ്രി എത്രയാ? ടേംസ് നിങ്ങൾക്ക് അറിയാം അല്ലേ, 3 ടേംസ് ഉണ്ടെന്നുള്ളത് അറിയാം. ഡിഗ്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിനകത്തുള്ള എക്സിൻ്റെ ഏറ്റവും കൂടിയിട്ടുള്ള പവർ നോക്കുക. ഇവിടെ നോക്കിയേ, എക്സിൻ്റെ പവർ 2, ഇവിടെ എക്സിൻ്റെ പവർ 1 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്? ഏറ്റവും കൂടിയിട്ടുള്ള പവർ 2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി 2 ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 5x + 2. ഇതിനകത്ത് പറഞ്ഞു തന്നെ ഡിഗ്രി എത്രയായിരിക്കും വരുന്നത്? 5x + 2. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണോ? അല്ല, 1 ആണ് അല്ലേ. കാരണം നമുക്കറിയാം x⁻1 എന്ന് പറയുന്നതാണ് എക്സ് അല്ലേ. x⁻0 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. അപ്പോൾ ഇവിടെ വെറുതെ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്താ? x⁻1 ആണ്. അപ്പോൾ ഡിഗ്രി എത്രയാണ് വരുന്നത്? 1 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, ഈ 5 എന്ന് പറഞ്ഞിട്ടുള്ള ടേമിൻ്റെ ഡിഗ്രി എത്രയാണ് പറയാമോ? 5 എന്ന് പറഞ്ഞിട്ടുള്ള ടേമിൻ്റെ ഡിഗ്രി എത്രയാണ്? ആലോചിച്ചിട്ട് പറഞ്ഞ ആൻസർ 0 ആണ് അല്ലേ. 0. എങ്ങനെയാണ് മനസ്സിലായേ? ഞാൻ ഈ 5നെ ഇങ്ങനെ എഴുതാൻ പോവാണ്. 5x⁻0. നമുക്കറിയാം ഏത് നമ്പർ ⁻0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പോൾ വെറുതെ 5 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5x⁻0. കാരണം x⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ പവർ എത്രയാണ്? 0 അല്ലേ. അപ്പോൾ ഇങ്ങനെ വെറുതെ 5 കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഡിഗ്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ടേംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി അല്ലേ. ഇനി അടുത്ത് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവാണ്. പോളിനോമിയൽസ് അല്ലാത്ത ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തൊക്കെ പോളിനോമിയൽസ് ആണ് അല്ലേ. വെറുതെ 5 എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ, 5 + 3x എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ, ഈ കൊടുത്തിട്ടുള്ള പോളിനോമിയൽ. ഇനി പോളിനോമിയൽ അല്ലാത്തൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ ആൻസർ പറയാം. x⁻1/2 എന്ന് പറയുന്നത് പോളിനോമിയൽ അല്ല. അതുപോലെ തന്നെ x⁻−1 എന്ന് പറയുന്നത് പോളിനോമിയൽ അല്ല. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ എക്സിൻ്റെ മുകളിൽ പവറായിട്ട് ഫ്രാക്ഷൻ വരാൻ പാടില്ല. മനസ്സിലായോ? അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും വരാൻ പാടില്ല. അപ്പോൾ ഫ്രാക്ഷൻ വന്നാലോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പോളിനോമിയൽ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എങ്ങനെ വേണമെങ്കിലും പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. മനസ്സിലായോ? ഇനി നമുക്ക് ബേസ് മുതലുള്ള ഓരോ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. P(x) = x² - 3x + 2 എന്ന് എഴുതിയാൽ P(1) എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. P(1) വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടേ? ഇവിടെ P(x) എന്ന് കൊടുത്തിട്ടില്ലേ, ഈ എക്സിൻ്റെ സ്ഥാനത്തല്ലേ ഇവിടെ 1 കൊടുത്തിട്ടുള്ളത് അല്ലേ. രണ്ടും ഇതേപോലെ ഒരു ബ്രാക്കറ്റിനകത്തല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ P(x) ഉണ്ട്, ഇവിടെ P(1) ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 1 ഉണ്ടല്ലോ, ഈ 1ൻ്റെ വാല്യൂ എക്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ P(x) കൊടുത്തിട്ട് P(1) കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ഥാനത്ത് 1ൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം അല്ലേ. x² - 3x + 2. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുക്കുമ്പോൾ 1² അല്ലേ. 1² - 3 × 1 + 2. അപ്പോൾ 1 - 3 + 2 അല്ലേ. അപ്പോൾ 1 - 3 എന്ന് പറഞ്ഞാൽ -2 + 2 ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ 0 ആയിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ P(x)ൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി സപ്പോസ് P(1)ന് പകരം P(2) ആണെന്ന് വിചാരിച്ചോ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ആൻസർ ആയിട്ട് വരിക? എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കും? 2 സ്ക്വയർ പിന്നെ -3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 2 അല്ലേ? അപ്പോൾ -3 ഇൻറ്റു 2 + 2 എന്ന് കൊടുക്കും. അതായത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 -6 + 2. 4 - 6 എന്ന് പറഞ്ഞാൽ എത്രയാ? -2 ആണ്. +2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 0 കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് ആ വാല്യൂ കൊണ്ടുപോയിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. എന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. x² + 2x - 15 = 0. ഇതിൻ്റെ പരിഹാരങ്ങൾ എന്തെല്ലാം? പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻസ് ആണ് അല്ലേ? എക്സിൻ്റെ വാല്യൂസ് എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ x² ആണ്. x² എന്ന് പറഞ്ഞാൽ എക്സിന് 2 വാല്യൂസ് കിട്ടും. എത്ര വാല്യൂസ് കിട്ടും? 2 വാല്യൂസ്. x³ ആണെങ്കിൽ എത്ര എണ്ണം കിട്ടും? ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പോൾ എക്സിന് 3 എണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 2 വാല്യൂസ് ആണ് കിട്ടുന്നത് അല്ലേ? ഇനി അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. x² + 2x - 15 അല്ലേ? ഇനി ചെയ്യേണ്ട കാര്യം, ഇവിടെ എക്സിൻ്റെ പവർ 2, ഇവിടെ കഴിഞ്ഞപ്പോഴേക്കും എക്സിൻ്റെ പവർ 1, ഇവിടെ എന്ത് വന്നു? ഇവിടെ ഒരു നമ്പറും വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പർ എത്രയാ? -15 എന്നുള്ള നമ്പർ അതെടുത്ത് ഇവിടെ എഴുതാം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് -15 എന്നുള്ളത് എഴുതാം. മൈനസ് മറക്കണ്ട കേട്ടോ, -15 എഴുതാം. ഇനി സം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ x⁻1 ഉള്ള ടേം ഉണ്ടല്ലോ, അപ്പോൾ x⁻1 ഉള്ള ടേമിൻ്റെ മുമ്പിലുള്ള നമ്പർ, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള 2 ആണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എടുക്കുക, അതായത് -2 കൊടുക്കുക. മനസ്സിലായോ? അതായത് എക്സിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ അതിൻ്റെ സൈൻ മാറ്റിയിട്ട് എടുക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ -2 ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവിടെ സപ്പോസ് -2 ആണെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? +2 എടുക്കുക. ക്വസ്റ്റ്യനിൽ +2 ആണെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? -2 എടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റും എഴുതി, സമ്മും എഴുതി. ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കുക. ഏതോ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് -15 ആണ്. നമുക്ക് ഏത് 2 നമ്പറാണെന്ന് അറിയില്ല കേട്ടോ. ഏതോ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് -15 ആണ്. അതേപോലെ തന്നെ അതേ 2 നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ, ആഡ് ചെയ്യുമ്പോൾ, സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് -2 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ -15ൻ്റെ ഫാക്ടേഴ്സ് നോക്കാം അല്ലേ? -15 എന്ന് പറയുമ്പോൾ 15 × 1 എന്ന് പറഞ്ഞാൽ 15, പിന്നെ 5 × 3 എന്ന് പറഞ്ഞാലും 15 ആണ്. ഓക്കെ, ഇനി നമുക്ക് -15 വേണം അല്ലേ? അപ്പോൾ -15 വരണമെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ടേം മൈനസ് ആവണം. പക്ഷെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ആ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടണ്ടേ? -2 കിട്ടണം. അപ്പോൾ എനിക്ക് -5ഉം 3ഉം അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് എത്ര കിട്ടും? -2 കിട്ടും. എനിക്ക് 5ഉം -3ഉം എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 5 - 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. നമുക്കിവിടെ -2 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ ഏതൊക്കെ എടുക്കണം? -5ഉം 3ഉം ആയിട്ട് എടുക്കും അല്ലേ? -5ഉം 3ഉം. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? -5ഉം 3ഉം. നിങ്ങൾ നോക്കിയേ, -5 × 3 -15, -5 + 3 എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം നമ്മുടെ ആൻസർ ഏതായിട്ട് വരും. കണ്ടോ? ഒരെണ്ണം -5ഉം ഒരെണ്ണം 3ഉം. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അതേ കൺസെപ്റ്റുള്ള ഒരു ചോദ്യം കൂടെ നോക്കാം. P(x) കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതേപോലെ തന്നെ സമവാക്യത്തിൻ്റെ പരിഹാരങ്ങൾ കണക്കാക്കുക കേട്ടോ. സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇവിടെ എക്സിൻ്റെ മുകളിൽ 2 ആണ്, അപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ അതിനാദ്യം തന്നെ x² - 7x + 12 എന്ന് എഴുതി. എന്നിട്ട് ആദ്യം എന്താ എഴുതണ്ടേ? ഈ നമ്പർ ആയിട്ടുള്ള ഭാഗത്തെ എടുത്ത് എഴുതുക അല്ലേ? അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ എടുത്ത് എഴുതി. പിന്നെ സം എന്ന് പറഞ്ഞിട്ട് ഏത് നമ്പർ എഴുതണ്ടേ? ഈ x⁻1ൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പോർഷൻ. ഇവിടെ -7 ആണെങ്കിൽ നമ്മളിവിടെ എഴുതുമ്പോൾ എന്തായിരിക്കും? 7 എന്ന് പറഞ്ഞ് എഴുതണം. സൈൻ മാറ്റി എഴുതണം കേട്ടോ. ഇവിടെ മാത്രമാണ് നമ്മൾ സൈൻ മാറ്റുന്നത്, ഇവിടെ അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചു കേട്ടോ, 12ഉം 7ഉം. ഇനി നമുക്ക് നോക്കാം, ഈ പ്രൊഡക്റ്റ് ഉള്ള ഭാഗത്തിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. ഇതിൻ്റെ കേട്ടോ, പ്രൊഡക്റ്റിൻ്റെ ഉള്ള ഫാക്ടേഴ്സ് എടുക്കുക. 12 എന്ന് പറഞ്ഞാൽ 12 × 1 എന്ന് പറഞ്ഞാൽ 12 ആണ്. പിന്നെ 4 × 3 എന്ന് പറഞ്ഞാലും 12 ആണ് അല്ലേ? ഇനി നമ്മുടെ കണ്ടീഷൻ നോക്കിയേ, ഏതോ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും. അപ്പോൾ ഇതും വേണമെങ്കിലാവാം, ഇതും വേണമെങ്കിലാവാം. പിന്നെ അതേ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ, സം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 7 കിട്ടണം അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എനിക്ക് 7 കിട്ടുമോ? 12ഉം 1ഉം ഇല്ല, 13 അല്ലേ കിട്ടുക. അപ്പോൾ ഇത് പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, 4ഉം 3ഉം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് 7 കിട്ടും. അപ്പോൾ ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ്? 4ഉം 3ഉം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആൻസർ 4ഉം 3ഉം ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം.
കെ എക്സ് സ്ക്വയർ പ്ലസ് 2x-5 എന്ന ബഹുപദത്തിൽ കെ ആയിട്ട് ഏത് സംഖ്യ എടുത്താലാണ് x-1 ഘടകമായിട്ടുള്ള ബഹുപദം കിട്ടുന്നത്? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ പറഞ്ഞിട്ടുള്ളത് x-1 ഘടകമായിട്ടുള്ള ബഹുപദം കിട്ടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫാക്ടർ ആവണമെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഇതേപോലെ ഒരെണ്ണം കൊടുത്തിട്ട് ഇത് ഫാക്ടർ ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ x-1 = 0 എന്നാണ്. എന്താണ്? x-1 = 0. ഇങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും ഇത് ഇതിൻ്റെ ഫാക്ടറായിട്ട് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ -1 ഇങ്ങോട്ട് പോകുമ്പോൾ +1 ആയിരിക്കും അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ കേട്ടോ x-1 ഫാക്ടർ ആവണമെങ്കിൽ x-1 = 0 എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ 1 കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈ കൊടുത്തിട്ടുള്ള ഇക്വേഷനകത്ത് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ kx² + 2x-5 = 0 എന്ന് കൊടുത്തിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ k × 1² + 2 × 1 - 5 = 0. നമ്മളോട് കെയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ k × 1² അതായത് k + 2 × 1 2 - 5 = 0. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? k 2 - 5 എന്ന് പറഞ്ഞാൽ -3 = 0. k = 3 ആയിട്ട് കിട്ടും അല്ലേ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതേപോലെ ഇപ്പോൾ x-1 ഘടകമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ x-1 = 0 എന്ന് കൊടുക്കുക. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ കെയുടെ വാല്യൂ അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇവിടെ 0 വേണമല്ലോ. എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള എക്സിൻ്റെ വാല്യൂ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതേപോലെ x² - 5x + 6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ, ഘടകങ്ങൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ടുള്ള നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചില്ലേ, അത് സൊല്യൂഷൻസ് ആണ്. ഇപ്പോൾ എക്സിൻ്റെ 2 വാല്യൂ കിട്ടി, 3ഉം 5 എന്നൊക്കെ പറയുന്നത് സൊല്യൂഷൻസ് ആണ് കേട്ടോ, പരിഹാരങ്ങളാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഘടകങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണേ എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ. ആദ്യം എന്താ ചെയ്യേണ്ടേ? പ്രൊഡക്റ്റ് ഒന്ന് എഴുതണം അല്ലേ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഏത് വാല്യൂ എഴുതണ്ടേ? ഇവിടെ കൊടുത്തിട്ടുള്ള 6. പിന്നെ സം എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? നമ്മുടെ എക്സിൻ്റെ x⁻1 ആയിട്ടുള്ള ടേമിൻ്റെ ഫ്രണ്ടിലുള്ള വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് എഴുതണം. -5 ആണെങ്കിൽ +5 എന്ന് എഴുതണം. ഇനി എന്ത് ചെയ്യണം? ഏതോ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. അതേ 2 നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ 5 കിട്ടും. ഫാക്ടേഴ്സ് നോക്കാം അല്ലേ? അപ്പോൾ 6 × 1 എന്ന് പറഞ്ഞാൽ 6 കിട്ടും. പിന്നെ എന്താ വരിക? 3 × 2 എന്ന് പറഞ്ഞാലും 6 കിട്ടും അല്ലേ? ഇനി 6ഉം 1ഉം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് 5 കിട്ടുമോ? ഇല്ല. അപ്പോൾ എനിക്കിത് എടുക്കാൻ പറ്റില്ല അല്ലേ? പക്ഷേ 3ഉം 2ഉം തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 5 കിട്ടും. അതേപോലെ തന്നെ 3ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 6 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയല്ലോ. എക്സിൻ്റെ 2 വാല്യൂസ് എന്ന് പറയുന്നത് 3ഉം 2ഉം ആണ് അല്ലേ? 3ഉം 2ഉം ആണ് എക്സിൻ്റെ പരിഹാരങ്ങൾ അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പരിഹാരങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ചെയ്യേണ്ടത് ഈ കിട്ടിയിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ, ഈ 3ഉം 2ഉം, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ എടുത്തിട്ട് എഴുതുക. അതായത് x-3ഉം x-2ഉമാണ് അതിൻ്റെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. x-3 × x-2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² - 5x + 6 കിട്ടും. നമുക്കൊന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം അല്ലേ? x-3 × x-2 എങ്ങനെയാണ് ചെയ്യുക? ആദ്യം തന്നെ x വെച്ചിട്ട് നമുക്ക് ഈ 2 എണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x × x എന്ന് പറഞ്ഞാൽ x² ആണ് കേട്ടോ. 2x എന്ന് എഴുതി വെച്ചേക്കല്ലേ? x × x x². പിന്നെ x × -2 എന്ന് പറഞ്ഞാൽ -2x ആണ് അല്ലേ? x × -2 -2x. പിന്നെ എന്ത് ചെയ്യണം? -3 × ഈ 2 ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. -3 × x എത്രയാ? -3x കിട്ടും. പിന്നെ -3 × -2, 2 നെഗറ്റീവ് വരികയാണെങ്കിൽ പ്ലസ് വരും അല്ലേ? അപ്പോൾ +6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ x² - 5x + 6 കണ്ടോ? ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? x-3 × x-2. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇവിടെ ഇരിക്കുന്ന നമ്മുടെ 10 എടുത്ത് എഴുതുക അല്ലേ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് 10 എന്ന് എഴുതി. സം എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? ഈ എക്സിൻ്റെ ഇപ്പുറത്തുള്ള ആളുടെ സൈൻ മാറ്റിയിട്ട് എഴുതണം. 7 എന്നും എഴുതി. ഇനി ഏതോ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10ഉം അതേ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 7ഉം കിട്ടണം. അപ്പോൾ 10ൻ്റെ ഫാക്ടേഴ്സ് 10 × 1 പിന്നെ 2 × 5 ചെയ്യുമ്പോൾ കിട്ടും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ 10ഉം 1ഉം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് 11 കിട്ടുക, 7 കിട്ടില്ല. അപ്പോൾ ഇതല്ല. ഇനി 2ഉം 5ഉം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് 7 കിട്ടും.
അല്ലേ? അതുപോലെ തന്നെ 2ഉം 5ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ എനിക്ക് 10ഉം കിട്ടും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിൻ്റെ വാല്യൂസ് 2ഉം 5ഉം. ഇനി ഘടകങ്ങൾ എങ്ങനെ എഴുതുക? നേരെ ഓപ്പോസിറ്റ് എന്ന് എഴുതി പറയാം. എത്രയാ? x-2 ഇൻറ്റു x-5. മനസ്സിലായോ? ഇനി നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x² പ്ലസ് 4x മൈനസ് 5. ഞാനൊന്ന് എഴുതട്ടെ കേട്ടോ. 2x² പ്ലസ് 4x മൈനസ് 5 എന്ന ബഹുപദത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് പി ഓഫ് -1 ഇസ് ഈക്വൽ ടു 7. ഇതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പി ഓഫ് -1 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് -1 ഇട്ട് കൊടുക്കുക അല്ലേ? നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? -1. അപ്പോൾ -1 ദി ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു -1 -5. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും? 2 ഇൻറ്റു -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1, 2 മൈനസ് വന്നാൽ പ്ലസ് ആവും. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -4 പിന്നെ -5. അപ്പോൾ 2 പിന്നെ പ്ലസും മൈനസും -4ഉം -5ഉം എന്ന് പറഞ്ഞാൽ -9 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടുക? -7 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 7 ആണോ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. കണ്ടോ, ഇവിടെ പി ഓഫ് -1 എന്ന് പറയുന്നത് 7 ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ? കാരണം നമുക്കിപ്പോൾ കിട്ടിയത് എന്താ? പി ഓഫ് -1 എന്ന് പറയുന്നത് -7 ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം. ഈ ബഹുപദത്തെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ്. ഇത് ശരിയാണോ തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? നമുക്കൊന്ന് 2 വെച്ചിട്ട് ഹരിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. 2x² പ്ലസ് 4x മൈനസ് 5 കേട്ടോ. ഇതിനെ ഞാൻ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ചെയ്യണേ നോക്കണേ. അപ്പോൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ഈ 2x² 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിലത്തെ ഫസ്റ്റ് ടേം 2x² അല്ലേ? അപ്പോൾ 2x² 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? x² കിട്ടും അല്ലേ? ആ x² ഇവിടെ മുകളിൽ എഴുതി വെച്ചേക്കാം, x². മനസ്സിലായോ? അപ്പോൾ 2x² 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? x² കിട്ടും. അപ്പോൾ 2 ഇൻറ്റു x², 2x². ഇത്ര എഴുതി വയ്ക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ പ്ലസ് അല്ലേ ശരിക്കും, അപ്പോൾ അതിൻ്റെ സൈൻ മാറ്റണം. അത് മറക്കരുത് കേട്ടോ. ഇതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈൻ മാറ്റാം. ഇപ്പോൾ 2x² മൈനസ് 2x² എന്ന് പറഞ്ഞാൽ 0 വന്നു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു പ്ലസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു പ്ലസ് എഴുതി വെച്ചു. ഇനി അടുത്ത ഡിജിറ്റ് എഴുതുക കേട്ടോ. 4x ആണ്. ഓക്കെ, 4x. ഇനി എന്ത് ചെയ്യണം? 4xനെ ഞാൻ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ദേ ഇവിടെ 4xനെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 2x എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതണം? 2x എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, ഇനി 2 ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 4x. വീണ്ടും എനിക്ക് 4x കിട്ടി. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എഴുതി കഴിഞ്ഞതിന് ശേഷം സൈൻ മാറ്റണം. അപ്പോൾ 4x മൈനസ് 4x എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, ഇനി അടുത്ത ഏതാ വരണ്ടേ? -5 വരണം അല്ലേ? -5 വന്നു. ഇനി -5നെ എനിക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുമോ? -5നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ -5ന് ക്ലോസ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക അല്ലേ? ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ +2 ആണ് എടുത്തതെന്ന് വിചാരിച്ചോ. ഓക്കെ, +2. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ എന്ത് വരും? 4 വരും. ഇനി എന്ത് ചെയ്യണം? സൈൻ മാറ്റണം. സൈൻ മാറ്റുമ്പോൾ -9 ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എപ്പോഴും +2 തന്നെ എടുക്കണം എന്നുണ്ടോ? ഇല്ല. എനിക്ക് വേറെ എന്തൊക്കെ എടുക്കാം? ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ശ്രദ്ധിക്കണേ. എനിക്ക് വേണമെങ്കിൽ -2 എടുക്കാം. -2 എടുത്താലും ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂ അല്ലേ വരുന്നത്? -4 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ സൈൻ മാറ്റുമ്പോൾ എനിക്ക് -1 വരും. അങ്ങനെ എനിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആയിരിക്കും കിട്ടുന്നത്. കാരണം കറക്റ്റായിട്ട് ഡിവിസിബിൾ ആയിട്ട് വരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ശിഷ്ടം 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? എപ്പോഴും 1 ആയിരിക്കുമോ കിട്ടുക? അല്ല, ഒന്നും വരാം കേട്ടോ. ഒന്നും വേണമെങ്കിൽ വരാം, അല്ലാണ്ട് -1 വരാം, -9 വരാം, 1 വരാം, അങ്ങനെ ഏത് വേണമെങ്കിലും വരാം. അപ്പം അതുകൊണ്ടാണ് ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ തെറ്റാന്ന് പറയാൻ കാര്യം. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ആ ഡിവിഷൻ്റെ കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇവിടെ നോക്കിയേ, 6x² പ്ലസ് 4x പ്ലസ് 2. ഇതിനെ നമുക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആയി തന്നെ 6x² 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ 3x² എന്ന് പറഞ്ഞിട്ട് കിട്ടും. 3x² മുകളിൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 3x² ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6x² ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? സൈൻ മാറ്റണം അല്ലേ? ഇവിടെ മൈനസ് ഇടുക, ഇവിടെ 0 വന്നു. ഇനി അടുത്ത പരിപാടി ഇതിനെ താഴത്തോട്ട് ഇറക്കിയെടുക്കുക അല്ലേ? +4x എന്ന് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 4xനെ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4xനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2x എന്ന് പറഞ്ഞിട്ട് കിട്ടും.
അല്ലേ? അപ്പോൾ ഞാനിവിടെ +2x എന്ന് എഴുതി. ഇത് പ്ലസ് ആണ് കേട്ടോ, കാരണം ഇവിടെ പ്ലസ് അല്ലേ. അപ്പോൾ +2x എന്ന് എഴുതി. ഇനി മൾട്ടിപ്ലൈ നോക്കിയാൽ 2x × 2 എന്ന് പറഞ്ഞാൽ 4x തന്നെയാണ്. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 4x എന്ന് എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം? സൈൻ മാറ്റണം. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ 0 വന്നു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടേ? ഇവിടെ നമ്മൾ +2 എടുത്ത് എഴുതി അല്ലേ? ഇനി 2നെ നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? +1 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. വീണ്ടും നമ്മൾ സൈൻ മാറ്റി എത്ര വന്നു? റിമൈൻഡർ 0. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെല്ലാവരും വേഗം ആൻസർ പറയണം കേട്ടോ. 6x² + 3x + 3 ഡിവൈഡഡ് ബൈ 3. എന്താ ചെയ്യേണ്ടേ? 6x²നെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ എത്ര വരും? 2x² കിട്ടും. ഇപ്പോൾ ഇവിടെ 2x² എന്ന് എഴുതി. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്തു 6x² എന്ന് കിട്ടി. പിന്നെ എന്ത് ചെയ്യണം? സൈൻ മാറ്റണം. അപ്പോൾ 0 വന്നു. അടുത്ത് എന്ത് ചെയ്യണം? ഈ +3x താഴത്തേക്ക് ഇടുക. +3x എന്താ ചെയ്യേണ്ടേ? 3xനെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 3xനെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x കിട്ടും. അപ്പോൾ മുകളിൽ എന്ത് ഇടണം? പ്ലസ് ഉള്ളതുകൊണ്ട് തന്നെ +x എന്ന് ഇടുക അല്ലേ? +x എഴുതി. അപ്പോൾ 3 × x എന്ന് പറഞ്ഞാൽ 3x. സൈൻ മാറ്റി. അപ്പോൾ ഇവിടെ 0 കിട്ടി. പിന്നെ എന്ത് വരണം? ഇവിടെ +3 ഇടുക അല്ലേ? +3 ഇവിടെ പ്ലസ് ആയതുകൊണ്ട് തന്നെ മുകളിൽ പ്ലസ് ഇട്ടു. 3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ 3 ഇട്ടു. സൈൻ മാറ്റി ആൻസർ 0. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ പോളിനോമിയൽസ് കേട്ടോ, ബഹുപദങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ മാത്സ് ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻസുകളൊക്കെ പറയട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.